അനുമോള് അതിൻ്റെ അകത്തൊരു ബോംബ് പൊട്ടിച്ചതിന് ശേഷം ഇപ്പോൾ അതിങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോള് മാത്രമല്ല, ഷാനവാസ്. സംഭവം ബിൻസിയും അതോടൊപ്പം തന്നെ അപ്പാനി ശരത്തും തമ്മിലുള്ള വിഷയം തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം നിലനിൽക്കുന്ന ഒരു കാര്യം അവർ പറയുന്നത്, അതായത് അനുമോൾ പറയുന്നു നീ കാരണമാണ് അവൾ പുറത്തു പോയത് എന്നുള്ള തരത്തിൽ. ഷാനവാസ് പറയുന്നു പൊട്ടിക്കേണ്ട സമയത്ത് ഞാനത് പൊട്ടിക്കുമെന്നുള്ള തരത്തിൽ ഷാനവാസും അങ്ങോട്ട് പറയുന്നു. പക്ഷേ അപ്പാനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം ഇവർക്ക് നൽകാൻ സാധിക്കുന്നില്ല. അവിടെ അപ്പാനി ശരത്ത് സ്റ്റക്കായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ശരിക്കും എന്താണ് സംഭവിച്ചത്? ലൈവിൽ കാണാത്ത എന്തെങ്കിലും സംഭവ വികാസങ്ങൾ അതിൻ്റെ അകത്ത് നടന്നിരുന്നു? കാരണം ഇതിനെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള റൂമേഴ്സാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള പലതരത്തിലുമുള്ള കഥകളായിട്ട് അത് മാറുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഈ പറയുന്ന അനുമോൾക്ക് അല്ലെങ്കിൽ അപ്പാനി ശരത്തിന്, ബിൻസിക്ക്, അതോടൊപ്പം തന്നെ അതിനുള്ളിലെ കണ്ടസ്റ്റൻസ് ഷാനവാസ് ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റൻസിനാണ് അത് റിയൽ ആയിട്ട് അറിയാവുന്നത്. കാരണം ലൈവ് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഈ ലൈവ് എന്ന് പറയുന്നത് സംഭവം അതൊരു കറക്റ്റായിട്ടുള്ള ഒരു ലൈവ് അല്ല. കാരണം ഒരു ദിവസം മുന്നേ ഉള്ള എപ്പിസോഡാണ് അവർ ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്. ആ ലൈവിൽ തന്നെ പല കാര്യങ്ങളും കട്ട് ചെയ്തിട്ടാണ് ആ ലൈവ് വരുന്നത്. അപ്പോൾ നമ്മൾ ലൈവ് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിനുള്ളിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ ഉയരുന്ന കാര്യമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിൻസി പുറത്താവുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുന്നെയാണ് ഈ അപ്പാനി ശരത്തുമായിട്ട് കൂടുതൽ അടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. കാരണം ലൈവ് കണ്ടവർക്കത് വ്യക്തമാണ്. കൂടുതൽ സമയം അപ്പാനി ശരത്തുമായിട്ട് സമയം ചെലവഴിക്കുന്നു, അതോടൊപ്പം തന്നെ അപ്പാനിയുടെ കൂടെ ഇരിക്കുന്നു, അടുത്ത് ഇടപഴകുന്നു. ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും അതിൽ അപ്പാനി ശരത്തിൻ്റെ പേര് ബിൻസി എടുത്തു പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് പലതരത്തിലുമുള്ള ഡൗട്ടുകൾ ഉണ്ടാവും. അതിനുശേഷം ബിൻസി അതിൻ്റെ അകത്തുനിന്ന് പുറത്തായപ്പോഴത്തേക്കും വേറെ എല്ലാവരെയും അവോയ്ഡ് ചെയ്തുകൊണ്ട് അപ്പാനി ശരത്തിനെ മാത്രം അത്രത്തോളം വലിയ കാര്യമായിട്ട് കപ്പടിക്കണം, നീ കപ്പടിച്ചിട്ട് പുറത്തു വരണം എന്നുള്ള തരത്തിൽ അപ്പാനി ശരത്തിനെ ഒരു ഭയങ്കര അടുപ്പമുള്ള ഒരു വ്യക്തിയെ പോലെ ബിൻസി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൂളാക്കിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അതും അപ്പാനി ശരത്ത് ബിൻസി പോയപ്പോഴത്തേക്ക് കരയുക കൂടി ചെയ്തു. അപ്പോൾ ഇവർ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രത്തോളം അടുത്തോ എന്നുള്ള ചോദ്യങ്ങളും പലതരത്തിൽ ഉയരും. അതുകൊണ്ട് തന്നെയാണ് ബിൻസി പുറത്തായതിനു ശേഷം അനുമോളുടെ ഈ ഒരു പ്രസ്താവന വളരെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത്. കാരണം നമ്മൾ കാണാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അതിനുള്ളിൽ ലൈവിൽ നടന്ന കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം വ്യക്തമാണ്. കാരണം ഇവർ തമ്മിൽ എന്തോ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ് നടത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നായിരിക്കാം. പക്ഷേ ബിൻസി പുറത്താകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പുറത്തായതുകൊണ്ട് തന്നെ ആ ഒരു ട്രാക്കിലോട്ട് കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നീങ്ങിയില്ല എന്ന് വേണം എടുത്തു പറയാനായിട്ട്. അല്ലാതെ ഇവർ തമ്മിൽ അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ഓരോ സീസൺ വരുമ്പോഴത്തേക്കും അതിൽ ആരെങ്കിലുമൊക്കെ ഒരാളെ ബലിയാടാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ബലിയാടാവുക എന്നുള്ളത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെന്തായാലും ബിൻസി പുറത്തായി കഴിഞ്ഞു. അതിനുള്ളിൽ എന്തായാലും അവർ ഉപയോഗിക്കാൻ നോക്കിയ സ്ട്രാറ്റജി എന്തായാലും വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. സപ്പോസ് എന്തോ ഒരു കാര്യമുണ്ട്, അത് ഉള്ളതാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ അനുമോളും ഷാനവാസ് ഉൾപ്പെടെ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഷാനവാസ് എടുത്തു പറയുന്നുണ്ട്, ആദില സംസാരിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവന് ഈ വിഷയം ഇവിടെയല്ല, അവന് പുറത്താണ് ഇത് ബാധിക്കുക എന്നുള്ളത്. തിരിച്ച് ആദിലയോ നൂറയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ തിരിച്ച് നൂറയാണെന്നാണ് തോന്നുന്നത്. നൂറ പറയുന്നുണ്ട് ഇവിടെ ലൈഫിനെ ബാധിക്കില്ലേ എന്നുള്ള തരത്തിൽ. അപ്പോൾ ഷാനവാസ് തിരിച്ചു പറയുകയുണ്ടായി, അതാണ് അത് മനസ്സിലാക്കി അവൻ കളിക്കണം. കാരണം ഈ ഗ്രൂപ്പ് കളി മാറിയിട്ട് ഇൻഡിവിജ്വലായിട്ട് അവൻ നിന്ന് കളിക്കണം എന്നുള്ള തരത്തിൽ ഷാനവാസ് എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള തരത്തിലായിരുന്നു നൂറ ഷാനവാസിനോട് സംസാരിച്ചത് തന്നെയും. കാരണം ഇത് പല രീതിയിൽ പോകുമെന്ന് അവർക്ക് തന്നെ വ്യക്തമാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ബിൻസി പുറത്തായി കഴിഞ്ഞു. അപ്പാനി ശരത്ത് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ട് താനും. ഇനിയിപ്പോൾ പുറത്തുള്ള ഒരാളെ വെച്ച് അകത്തുള്ള ഒരാളെയും വെച്ചിട്ട് മറ്റൊരു തരത്തിൽ ഇനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതിൽ യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അവരെന്തോ ഒരു സ്ട്രാറ്റജി ഇറക്കാൻ നോക്കി, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് മറ്റുള്ളവർ പൊക്കിക്കാണും, അതിനുള്ളിൽ മറ്റുള്ളവർ പൊക്കിക്കാണും, അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ച് കാണും. അവസാനം ബിൻസി ഔട്ടായപ്പോഴത്തേക്കും അത് അതോടുകൂടി തീരുകയും ചെയ്തു. പുറത്തു വന്നിട്ട് അത് ഇനി വേറൊരു തരത്തിലോട്ടുള്ള ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അത് വേറൊരു തരത്തിൽ ചർച്ചയായി മാറുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് അവരുടെയൊക്കെ തന്നെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. കാരണം ബിഗ് ബോസിനുള്ളിൽ പോകുന്നവർക്ക് ഓരോ പ്ലാനുകളുണ്ട്, ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അവരതനുസരിച്ച് കളികൾ മാറ്റിയും തിരിച്ചും കളിക്കാനായിട്ട് നോക്കും. ചിലവർ അതിൽ സക്സസ് ആവും, ചിലർ അതിൽ ഫെയിലായി പോകും, ചിലർ അതിൽ പെട്ട് കുടുങ്ങിപ്പോകും. അപ്പോൾ അപ്പാനി ശരത്ത് ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയാണ്. കാരണം ബിൻസി അതിൻ്റെ അകത്തില്ല. ബിൻസി പുറത്താവുകയും ചെയ്തു. അപ്പാനി ശരത്ത് ഈ ഒരു വിഷയത്തിൽ പെടുകയും ചെയ്തു. അതായത് അവിടെ അനുമോളും ഷാനവാസ് ഉൾപ്പെടെ അപ്പാനി ശരത്തിനെ ആകപ്പാടെ അങ്ങ് പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഈ ഒരു വിഷയം എടുത്തിട്ടപ്പോഴത്തേക്കും അപ്പാനി ശരത്ത് ആകപ്പാടെ അങ്ങ് ഫ്രീസ് ആയി പോകുന്ന തരത്തിലോട്ടായി. പിന്നെ ബിഗ് ബോസിൻ്റെ അടുത്ത് വരെ അപ്പാനി ശരത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക, ഫാമിലിയെക്കുറിച്ച് സംസാരിക്കുന്നത്, അങ്ങനെ ആ ഒരു തരത്തിലോട്ടായി എന്ന് മനസ്സിലായപ്പോൾ തന്നെ വ്യക്തമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിൻസിയുമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച്
അവിടെ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ അനുമോളും അതോടൊപ്പം തന്നെ ഷാനവാസും ഈ ഒരു കാര്യം എടുത്തിടുന്നത് തന്നെ. എന്തായാലും കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. കാരണം അവരുടെ സ്ട്രാറ്റജി ഒന്നും വർക്കൗട്ട് ആയില്ല, അല്ലെങ്കിൽ അവരുടെ പ്ലാൻ ഒന്നും വർക്കൗട്ട് ആയില്ല. എനിക്ക് തോന്നുന്നത് ആ ഒരു തരത്തിലൊരു സ്ട്രാറ്റജി പ്ലാൻ തന്നെയായിരുന്നു അവർ അതിൻ്റെ അകത്ത്. ആ ഒരു രീതി അല്ലാതെ മറ്റൊന്നും തന്നെ അതിൻ്റെ അകത്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെ ആയാലും ആ വ്യക്തി അതിൻ്റെ നിന്ന് പുറത്തു വന്നു. ഇപ്പോൾ ആപ്പാട് അവിടെ അക്വാനി ശരത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഗൂഢമായിട്ടുള്ള ഒരു ചർച്ചകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ തന്നെ വളരെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.